ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു സാരിക്ക് ഫോൾ വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ സാരി ഫോൾ വെച്ച് കൊടുക്കുക എന്നുള്ളത് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണെങ്കിലും ഏറ്റവും പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു കാര്യവുമാണ് സാരിക്ക് ഫോൾ വെച്ച് കൊടുക്കുക എന്നുള്ളത്. എങ്കിലും നമുക്ക് സാരിക്ക് ഫോൾ വെച്ചതിന് ശേഷം സാരി ഉടുക്കുമ്പോഴാണ് നല്ല ഭംഗിക്ക് കിടക്കുന്നത്. അപ്പോൾ സാരി ഫോൾ നമുക്ക് വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആദ്യമായിട്ട് വെക്കുന്നവർക്ക് ഉള്ള ഒരു രീതിയാണ് നമ്മൾ പറയുന്നത്. ഒരു സാരി എടുത്തതിന് ശേഷം സാരിയുടെ അടിഭാഗത്താണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. സാരി ഉടുക്കുമ്പം അതിൻ്റെ അടിഭാഗത്ത് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അത് നമ്മൾ സാരിയുടെ അകഭാഗത്ത് റോങ് സൈഡിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ മടക്കി ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സാരി ഇങ്ങനെയാണ് നമ്മൾ ഉടുക്കുന്നതെങ്കിൽ വലത്ത് കൈവശത്ത് അങ്ങനെ ആ രീതിയിലല്ലേ നമ്മൾ ഉടുത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകഭാഗം വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് 8 ഇഞ്ചോ 6 ഇഞ്ചോ 10 ഇഞ്ചോ 12 ഇഞ്ചോ ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം 15 ഇഞ്ച് വരെ വേണമെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് സാരി ഫോൾ വെച്ച് തുടങ്ങുന്നവരുണ്ട്. അപ്പം നമുക്ക് എത്രയാണോ വേണ്ടത് അത് നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടത്തിന് എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഷോപ്പിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. സാരി ഫോൾ എന്ന് പറഞ്ഞാൽ മതിയേ. ഇത് നമുക്ക് ഇങ്ങനെ കിട്ടുന്നതിന് ഇത് മടക്ക് പാടുണ്ടല്ലോ, അത് നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണേ. നല്ല നീറ്റായിട്ട് നമ്മൾ അയൺ ചെയ്തെടുത്തതിന് ശേഷം വെച്ച് കൊടുക്കണേ. കാരണം ഒരു തരി പോലും ചുളുക്കം വരാൻ പാടില്ല. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡ് നമ്മൾ ഈ 2 സൈഡ് മാത്രം ഇങ്ങനെ ഒന്ന് അകത്തേക്ക് വെച്ചൊന്ന് സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നമ്മളിങ്ങനെ വെച്ചാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇനി നമ്മൾ പറയുന്നത്. നമ്മൾ സെയിം നൂലിട്ടാണ്, സെയിം കളർ വരുന്ന നൂലിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. ഇനിയിപ്പം നമുക്ക് വേണ്ട അളവാണ് നമ്മളിവിടെ നിന്ന് ഒരു 10 ഇഞ്ചോ അല്ലെങ്കിൽ 8 ഇഞ്ചോ അത് നമുക്ക് ആവശ്യത്തിന് എടുക്കാവേ. അപ്പം നമ്മൾക്ക് ഈ ഗിൽറ്റ് ഉള്ളിടമൊക്കെയാണ് അല്ലെങ്കിൽ സീക്വൻസൊക്കെ പൊങ്ങി നിൽക്കുന്നിടമാണെങ്കിൽ നമ്മൾ ആദ്യം തൊട്ടേ അങ്ങ് വെച്ച് കൊടുക്കുക. ഒരുപാടൊന്നും വിടണ്ട. ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗമാണെങ്കിൽ നമുക്കൊരു 15 ഇഞ്ച് വരെ വേണമെങ്കിലും നമുക്ക് വിടാവേ. നമ്മളിപ്പോൾ ഒരു 12 ഇഞ്ച് ഇങ്ങനെ വിട്ടതിന് ശേഷം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. കാരണം ഫ്ലീറ്റ് ഇട്ട് വരുമ്പോൾ ചുരുക്ക് കിട്ടുന്നിടത്തെല്ലാം നമുക്ക് ഈ സാരി ഫോൾ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യമേ ഈ സൈഡൊന്ന് മടക്കി അടിക്കുന്നു. ഇതിൻ്റെ ബാക്കി സൈഡുകളൊക്കെ നമുക്കിത് സ്റ്റിച്ച് ചെയ്താണ് വരുന്നത്. അപ്പോൾ ഈ സൈഡ് മാത്രം നമ്മൾ അകത്തേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡും നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ടത്. കാണുമ്പോൾ വളരെ സിമ്പിളാണെന്ന് തോന്നും. പക്ഷേങ്കിൽ സാരി ഫോൾ ആദ്യമായിട്ടൊക്കെ വെച്ച് കൊടുക്കുമ്പോഴെല്ലാം നമുക്ക് ചുളുക്കങ്ങളൊക്കെ വീഴും. അപ്പോൾ അങ്ങനെയൊന്നും ചുളുക്കം വീഴാതിരിക്കാൻ വേണ്ടി തീർത്തും ബിഗിനേഴ്സിന് വെക്കേണ്ട ഒരു മെത്തേഡാണ് പറയുന്നത്. ഒരുപാട് സാരി ഫോൾ സിമ്പിളായിട്ട് വെക്കാൻ അറിയാവുന്നവരാരും ഈ വീഡിയോ കാണുകയും വേണ്ട, ഒന്നും വേണ്ട. ഇത് തീർത്തും ബിഗിനേഴ്സിനായിട്ട് പറയുന്ന ഒരു വീഡിയോയാണ്. അപ്പം നമ്മൾ എന്നിട്ട് എവിടെയാണോ നമ്മൾ ആ പോയിൻ്റ് ഇട്ടേക്കുന്നത് അവിടേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പം നമ്മൾ ആ സ്റ്റിച്ചിങ് അകത്ത് വരുന്ന രീതിയിലാണ് ഇപ്പം നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആ മടക്കി അടിച്ചത് അകത്ത് വരുന്നത് പോലെ. എന്നിട്ട് നമ്മൾ ഈ സൈഡ് വെച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഈ സൈഡ് വെക്കുമ്പോഴും നമ്മളുടെ രണ്ടിൻ്റെയും തുമ്പുകൾ സെയിം വരുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കണം. ഒന്ന് താഴേക്കോ ഒന്ന് മുകളിലേക്കോ ഒന്നും കയറിപ്പോകരുത്. കറക്റ്റായിട്ട് വെച്ച് വളരെ സ്ലോയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. വളരെ സ്ലോയിലാണ് നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം ചെയ്തെടുക്കേണ്ടത്. വീഡിയോയിൽ നമ്മൾ ഫാസ്റ്റായിട്ട് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. ഏറ്റവും പതിയെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും തെന്നാതെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് നമ്മളിവിടെ ലോക്കിട്ട് നല്ല നീറ്റായിട്ട് എടുത്തതിന് ശേഷം ഇത് തീർത്തും ബിഗിനേഴ്സിനുള്ള വീഡിയോയാണ്. സാരിയെ പാട് വീഴുമെന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിലൊക്കെ പാട് വീഴും. അത് നമ്മൾ അഴിച്ചു കൊടുക്കുന്നതൊക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ മതിയേ. അപ്പോൾ ഇത് അല്ലാത്ത നന്നായിട്ട് വയ്ക്കാൻ സിമ്പിളായിട്ട് വയ്ക്കാൻ അറിയാവുന്നവരൊന്നും ഈ രീതിയിൽ ചെയ്യുകയേ വേണ്ട. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് തൂത്ത്, കൈകൊണ്ടാണ് ഇനിയിപ്പം നമുക്ക് അയൺ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ കൈകൊണ്ട് നീറ്റാക്കി കൊടുത്ത് ഈ ഒരു സൈഡ് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഈ സൈഡിൽ നിന്ന് താഴേക്കിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ നമ്മുടെ സാരിയും സാരി ഫോളും തമ്മിൽ ഒരു തരത്തിലുള്ള ചുളുക്കമൊന്നും വരാൻ പാടില്ല. ബഡ്ജ് ചെയ്ത് ഒരു സൈഡ് നിൽക്കാനൊന്നും പാടില്ല. കറക്റ്റായിട്ട് നമ്മൾ കൈകൊണ്ട് തൂത്ത് വളരെ ലെവലാക്കി മാത്രമേ ഇങ്ങനെ ചെയ്ത് കൊടുക്കാവുള്ളൂ. ഇനി നമ്മൾ നൂല് സാധാ നമ്മളുടെ നീഡിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ എടുത്ത് കട്ട് ചെയ്ത്
നമ്മളിതിൻ്റെ എൻഡിലൊന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഈ ഡബിളായിട്ടാണ് നൂലിട്ട് കൊടുക്കുന്നത്. ചിലർ സിംഗിളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ചെയ്യുമ്പോഴും ഡബിളായിട്ട് ഇട്ടാണ് കൊടുക്കുന്നത്. ഇനി എന്നിട്ട് നമ്മൾ ഇങ്ങനെ നമ്മൾ ഈ വെച്ച് കൊടുത്തിരിക്കുന്ന സാരി ഫോളിൻ്റെ മുകളിലേക്കൊന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കൈ വെച്ച് കൊടുക്കേണ്ടത്. കൈ വെച്ച് കൊടുക്കുന്നത് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ഓരോ പ്രാവശ്യവും ലോക്കിട്ടാണ് പോകുന്നത്. ലോക്കിടാതെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താലും മതി. പക്ഷേ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെ ലോക്കിട്ട് തന്നെയാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ലോക്കിട്ടൊക്കെ കൊടുക്കുമ്പോൾ ഇത് സാരി ഒരു വലിയ സാധനം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ സൈഡ് വഴി നമ്മൾ 1/2 ഇഞ്ച് ഉള്ളിലാണ് നമ്മൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഡ്ജ് വഴി നമുക്ക് ഇതുപോലെ ഇങ്ങനെ നമ്മൾ നമ്മളുടെ ഈ വിരലിലേക്ക് ഇങ്ങനെ നമ്മൾ സൂചിയുടെ ആ ത്രെഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സൂചി ഒരല്പം മാത്രം കുത്തിയെടുത്ത് ഇങ്ങനെ ഓരോ പ്രാവശ്യം ലോക്ക് ഇട്ടാണ്. അപ്പം നമ്മളിവിടെ ഒരല്പം മാത്രമേ പോയിൻ്റായിട്ട് മാത്രമേ നമുക്ക് ആ സ്റ്റിച്ച് വരത്തുള്ളൂ. ഇങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സാരി വലിയ സാധനം ആയതുകൊണ്ട് തന്നെ തെന്നിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. നമ്മളിങ്ങനെ എല്ലാ സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. പിന്നെ തെന്നിപ്പോകത്തില്ല. അല്ലെങ്കിൽ നമ്മൾ രണ്ടാമതും മൂന്നാമതും ഒക്കെ അഴിക്കേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പം നമ്മളിത് ഫുൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കുറേ സ്ഥലം ഉള്ളിടത്ത് പോയിരുന്ന് നമ്മൾ TV ഒക്കെ കണ്ടുകൊണ്ടിരുന്ന് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് അങ്ങ് തീരുകയും ചെയ്യുമേ. അപ്പം ആ രീതിയിൽ ചെയ്ത് നമ്മളിപ്പോൾ ഇത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെയ്യുന്നത് നമ്മൾ ലോക്കിട്ട് ചെയ്തെടുക്കാനേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ അടിച്ചു കൊടുത്തിരിക്കുന്ന സ്റ്റിച്ച് നമ്മളുടെ മെഷീനിലെ ഏറ്റവും കാണി കൂട്ടിയുള്ള രീതിയിലിട്ട് ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ എന്നിട്ട് ഇത് അഴിച്ചു കൊടുക്കുമ്പോൾ പിടിച്ച് വലിച്ച് നമ്മൾ അഴിച്ചു കൊടുക്കരുത്. നമ്മൾ വളരെ സാവധാനം സേഫ്റ്റി പിന്നോ എന്തെങ്കിലും ഇതുപോലെ നീഡിലോ എന്തെങ്കിലും സാധനം ഉപയോഗിച്ച് നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് കൊടുക്കണേ. അല്ലാതെ എല്ലാം കൂടെ പിടിച്ച് നീട്ടി അടിച്ച് കൊടുത്തു കഴിഞ്ഞാലും എല്ലാം കൂടെ ചുരുങ്ങി നമ്മുടെ സാരി ചിലപ്പോൾ കീറിപ്പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. ഇത് എടുക്കുമ്പോഴും വയ്ക്കുമ്പോഴും എല്ലാം സൂക്ഷിച്ച് ചെയ്യുക. അപ്പോൾ ഇത് തീർത്തും ബിഗിനേഴ്സിനായിട്ടുള്ളൊരു വീഡിയോയാണ്. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇത് അല്ലാത്തവരാരും ഈ മെത്തേഡ് ചെയ്യുകയും വേണ്ട കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി.